എന്താണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്? സർക്കാരിന് കൊടുക്കരുത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും കൊടുത്താൽ അത് അബദ്ധമാണ്, അതെന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു പരിപാടിയാണ്, ഞങ്ങൾ നേരിട്ട് നടപ്പാക്കാം എന്നുള്ളതാണ് സംഘടനകൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. നേരിട്ട് നടപ്പാക്കാമെന്ന് പറഞ്ഞവരാണ് സേവാഭാരതി. 50 വീടുകൾ അവർ സ്ഥലം കണ്ടെത്തി, അവർ അതിന്റെ പുറ്റാടെന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടെത്തി അവരതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. അത് നന്നായി. ഫിലോക്കാലിയ 40 എണ്ണത്തിൽ 25ന്റെ നിർമ്മാണം ആരംഭിച്ചു. സമ്മതിച്ചു. ചെറുകിട ക്വാറി അസോസിയേഷൻ 10 എണ്ണത്തിൽ 5ന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. മനസ്സിലായി. തുരുത്തിപ്പുറം ഗ്രാമം ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, അവരതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി. അറിയാം. പീപ്പിൾസ് ഫൗണ്ടേഷൻ 30, മുജാഹിദ് വിഭാഗങ്ങൾ ഈ വിസ്ഡും KNM-ഉം മറ്റേ മർക്കസ് ഉദ്ദാവയും എല്ലാം കൂടെ ചേർന്നിട്ട് അവർ 40 വീടുകൾ പറഞ്ഞു. എനിക്കറിയാം. അതിന്റെ സ്ഥലം കണ്ടെത്തി അതിന്റെ നിർമ്മാണത്തിലേക്ക് പോയി. അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. CSI 13 എണ്ണം പറഞ്ഞു, അവരതിന്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. പെന്തക്കോസ്ത് സഭ 11 എണ്ണം പറഞ്ഞു, അവരതിന്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. ശരി. ജമിയത്തുൽ ഉലമ ഹിന്ദ് 12ൽ 7, തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് 14 വീട് സ്ഥലം കണ്ടെത്തി അവർ വീട് പണിയും പൂർത്തിയാക്കി. ശരിയാ. ഈ അതുപോലെ വേറെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ആയിട്ട് ഗായകരും ഒക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ചെറിയ കൊല്ലം ഷാഫിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. 20 വീടുകൾ കൊടുക്കാന്ന് പറഞ്ഞ 5 വീട് ഏതാണ്ട് അവർ പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ശരിയായിരുന്നു. ഇനി എറണാകുളം മുസ്ലിം മഹൽ കോർഡിനേഷൻ കമ്മിറ്റി 22 വീടുകൾ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. അതെ. മുസ്ലിം ലീഗ് 100 വീടുകൾ അത് സ്ഥലം കണ്ടെത്തി അവര് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല, പക്ഷെ സ്ഥലം കണ്ടെത്തി അതിന്റെ നിർമ്മാണത്തിലേക്ക് പോകും. കോൺഗ്രസ് 100 വീടുകളാണ് വാഗ്ദാനം നൽകിയത്, സ്ഥലം കണ്ടെത്തിയിട്ടില്ല, അതിന്റെ നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഉൾപ്പെടുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ വീടുകളും. അവിടെയാണ് കുഴപ്പം. കാരണം ഈ സംഘടനകൾക്കെല്ലാം പറ്റുന്ന ഒരു കാര്യം അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അവരിപ്പോൾ പ്രഖ്യാപിച്ചത്, അപ്പോൾ അവിടെ ഡിവൈഎഫ്ഐ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ 25 വീടുകൾ പ്രഖ്യാപിച്ചപ്പോൾ ചാടിക്കയറി വരുന്നു 30 വീടുകൾ പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ്. പക്ഷേ അവര് അതിനുള്ള പണം കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഈ പദ്ധതിയെ മൊത്തത്തിൽ ഇരുട്ടിലാക്കുകയും ഇത് മൊത്തം കുഴപ്പമാണ് എന്നൊക്കെയുള്ള ആരോപണമായി മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കണക്ക് പറയുമ്പോൾ എത്രയാണ്? ഏതാണ്ട് 80 ലക്ഷത്തിൽ ചില്ലുവാൻ രൂപ യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. 4 കോടി ചില്ലുവാനും ഈ കോൺഗ്രസും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കേന്ദ്രത്തിന്റെ സഹായം, അവരുടെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സഹായം ഇനി വന്നതിന് ശേഷം വേണം ഇനി അവർക്ക് ഭൂമി കണ്ടെത്തി അത് വാങ്ങി അവിടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ട പദ്ധതിയിലേക്ക് കിടക്കാം.